കഥ സഖി ഭാഗം 11. നീണ്ട മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ വഴിയോരത്ത് ചെറിയൊരു കടയ്ക്ക് മുന്നിൽ ദേവൻ വണ്ടി നിർത്തി. പൂമംഗലത്തു നിന്നും പുലർച്ചെ യാത്ര തിരിച്ചതുകൊണ്ട് ആരും തന്നെ ഒന്നും കഴിച്ചിരുന്നില്ല. മാത്രമല്ല, നേരം വെളുത്തു ഇത്രയും നേരമായതിനാൽ നല്ല വിശപ്പും തോന്നി തുടങ്ങി. ദേവൻ ഒഴികെ ബാക്കി 4 പേരും നല്ല ഉറക്കമായിരുന്നതുകൊണ്ട് അവർ ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല. എന്തിന് പറയുന്നു, വണ്ടി നിന്നതുപോലും. നന്ദ! കോ ഡ്രൈവർ സീറ്റിൽ തനിക്കപ്പുറം ഇരിക്കുന്ന നന്ദനെ തട്ടി വിളിച്ചും കൊണ്ട് ദേവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പുറകിലെ കാഴ്ച കണ്ടവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു. പിൻസീറ്റിലേക്ക് തലചായ്ച്ചു വെച്ച് കിടക്കുന്ന ജോ, അവനിരുവശവുമായി അവൻ്റെ തോളിലേക്ക് തലചായ്ച്ചു കിടക്കുന്ന ആമിയും ഗായുവും. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ ഗായുവിനെ തട്ടി വിളിച്ചു. പൂമംഗലത്തു നിന്നും ഗായു ശോഭേച്ചിയോടും മോഹനേട്ടനോടും യാത്ര പറഞ്ഞു ഇറങ്ങാൻ നേരം ഗായുവിനെ കെട്ടിപ്പിടിച്ചും കൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കരയുന്ന ആമിയെ കണ്ട് ദേവന് സങ്കടമായി. അവളുടെ സങ്കടം കാണേ അവർക്കൊപ്പം അവളെയും കൂട്ടി വന്നോളാൻ ദേവൻ പറഞ്ഞു. അവനത് പറയുമ്പോൾ ഒരാളുടെ മുഖം ദേഷ്യം കൊണ്ട് വീർക്കുന്നത് അവൻ കണ്ടു. ആമിയുടെ സങ്കടം തീർക്കാൻ ആയിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത്. അതിനു അവൻ ഇങ്ങനെ മുഖം വീർപ്പിക്കുമെന്ന് ആരറിഞ്ഞു? ഗായു പോകുമെന്നറിഞ്ഞപ്പോൾ ആമിക്കുണ്ടായ സങ്കടം കുറച്ചു നേരത്തേക്കാണെങ്കിലും ആമി ഉണ്ടായിരുന്നപ്പോഴുണ്ടായ സങ്കടം എല്ലാം കൂടി കണ്ട് ദേവൻ്റെ നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം അവൻ അതിവിദഗ്ധമായി മറച്ചു പിടിച്ചു. നന്ദൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഗായുവിനെ പിരിയുക എന്നത് അവനും സഹിക്കാനായുന്നില്ല. നാട്ടിൽ പോയാൽ അവധി ദിവസം ഗായുവിനെ കാണാൻ വരാൻ സാധിക്കും. എന്നാൽ ഇതിപ്പോൾ നന്ദനും ഉള്ളുനീറിക്കൊണ്ട് ഗായുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി പുറമേ പുഞ്ചിരി തൂകി. മണിക്കൂറുകൾക്ക് മുന്നുള്ള കാര്യം ദേവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഗായു! കൈ എത്തിപ്പിടിച്ച് ഗായുവിനെ തട്ടി വിളിച്ചു ദേവൻ. 1-2 വിളിയോടെ ഗായുവും നന്ദനും ഉണർന്നു. എന്നാൽ ജോയും അമിയും ഇതൊന്നും അറിയുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവസാനം സഹിക്കെട്ടു ദേവൻ ശക്തിയിൽ അവൻ്റെ കൈത്തണ്ടയിൽ അടിച്ചു വിളിച്ചതും ഞെട്ടലോടെ ജോയ് എഴുന്നേറ്റു. കൂടെ ആമിയും. എത്തിയോ ദേവേട്ട? ഉറക്കച്ചടവോടെ സീറ്റിലേക്കൊന്ന് നിവർന്നിരുന്നും കൊണ്ട് ആമി ചോദിച്ചു. ഇല്ല ആമി മോളെ, ഇനിയും പോകാനുണ്ട്. ഇതെന്താ ഈ നടുറോട്ടിൽ? ഉറക്കമില്ലാതെ വണ്ടി ഓടിച്ചോ, വഴി തെറ്റിച്ചോ നീ? കണ്ണു തുറന്ന് ചുറ്റിലേക്കും നോക്കി ജോ ദേവനോട് ചോദിച്ചു. രാവിലെ തന്നെ ആ തിരുവാ തുറന്ന് ചളിയടിക്കാൻ നിൽക്കാതെ ഇങ്ങ് ഇറങ്ങി വാജോ. പുലർച്ചെ പോന്നതല്ലേ, ഇനിയും കുറേയേറെ ദൂരം പോകാനുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, വാ. നേരെ വയറു ചീത്ത വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. ഇനി എന്തെങ്കിലും അകത്താക്കിയിട്ട് പോകുന്നത് നല്ലത്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിക്കൊണ്ട് ജോ പറഞ്ഞു. ദേവാ, എനിക്കൊന്നും വേണ്ട, ദേവനരിയിലേക്ക് വന്ന് ഗായു പറഞ്ഞു. മറുപടിയായി ദേവനിൽ നിന്നും അവൾക്ക് കിട്ടിയത് കടിപ്പിച്ചിട്ടുള്ള നോട്ടമായിരുന്നു. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. നേരെ അവൾ നന്ദനരികിലേക്ക് ചെന്നു. ദേവൻ വണ്ടി റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടും കൊണ്ട് അവർക്കരികിലേക്ക് എത്തിയതും അവർ 5 പേരും കൂടി ആ ചായക്കടയിലേക്ക് കയറി. ഓരോരുത്തരും കഴിക്കാൻ ആവശ്യമുള്ളത് കഴിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവർ ഇറങ്ങി. ദേവാ, ഇനിയും ഏറെ ദൂരമുണ്ടോ? വണ്ടിയിലേക്ക് കയറാൻ നേരം ഗായു ചോദിച്ചു. ഒരു മൂളലായിരുന്നു മറുപടിയായി അവനിൽ നിന്നും തിരികെ അവൾക്ക് ലഭിച്ചത്. പിന്നീട് അവൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചത് നന്ദനായിരുന്നു. ഏകദേശം ഉച്ചയോടെ അടുത്തിരുന്നു അവർ മാണിക്യമംഗലത്ത് എത്തിച്ചേരുമ്പോൾ. വലിയ പടിപ്പുരവാതിൽ കടന്നു തറവാടിന് മുന്നിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന വലിയൊരു മാവിൻ ചുവട്ടിലായി വണ്ടി വന്നു നിന്നു. വണ്ടി വന്നു നിന്നതും ഉടനെ ആ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിക്കൊണ്ട് ജോ, ദേവാ, ഇത് ചെമ്പകശ്ശേരിയേക്കാൾ വലുതാണല്ലോടാ. ഗായു പെണ്ണ്, നീ രക്ഷപ്പെട്ടു. ഇതെല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടതായിരിക്കും അല്ലേടി? നന്ദ, ദേവാ, ഒരു കാര്യം പറയാം. ഞാൻ എന്തായാലും ഇനി തിരികെ നിങ്ങളുടെ കൂടെ നാട്ടിലേക്കില്ല. ഞാൻ ഇവിടെ ഗായുവിനെ ബിസിനസ്സിലൊക്കെ സഹായിച്ചു. കമ്പനി കാര്യങ്ങൾ എല്ലാം വേണ്ട പോലെ മാർഗങ്ങളൊക്കെ നൽകിയും ഇവിടെ അങ്ങ് കൂടാൻ പോകുക. നിങ്ങൾക്ക് എന്തായാലും വിരോധം കാണില്ല എന്നറിയാം ഗായു. പെണ്ണെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടി? ചുറ്റും കണ്ണോടിച്ചും കൊണ്ട് തെല്ലുറക്കെ ജോ പറഞ്ഞു. രണ്ടിൻ്റെയും കിളികൾ പോയോ? മുന്നിലെ കാഴ്ച കണ്ട ആശ്ചര്യത്തോടെ വാ തുറന്നുള്ള ആമിയുടെയും ഗായുവിൻ്റെയും ഇരിപ്പ് കണ്ട് ജോ വീണ്ടും പറഞ്ഞു. മുന്നേ വന്ന് ഇവിടം മുഴുവൻ കണ്ടതുകൊണ്ട് ദേവനും നന്ദനും പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. ഈ സമയം കൊണ്ട് ജോ അവിടെ മുഴുവൻ ഒന്ന് നടന്നു കണ്ടുവന്ന് ദേവനോടായി ചോദിച്ചു. അമ്പലവും പ്രതിഷ്ഠയും പൂജയും ഒക്കെയുള്ള തറവാടാണെന്ന് തോന്നുന്നു. ഞാൻ കൂടെ വന്നതിൽ എന്തെങ്കിലും നീരസം തോന്നുമ്പോഴാ ഗായുവിൻ്റെ അമ്മ വീട്ടുകാർക്ക്? അതൊന്നും ഉണ്ടാകില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം ഗായുവിനെയും കൊണ്ട് നമ്മൾ തിരിച്ചു പോകും, ഉറപ്പ്. ഉറച്ച വാക്കുകളുടെ ദേവൻ ജോയെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഈ സമയം വണ്ടിയിൽ നിന്നിറങ്ങി കുറച്ചപ്പുറം മാറിയെന്നു കാഴ്ചകൾ കാണുകയായിരുന്നു ആമിയും ഗായുവും. ഇതൊന്നും തന്നെ അറിഞ്ഞതുപോലുമില്ല. അവർ വന്ന് ഏതാനും നിമിഷം കഴിഞ്ഞതും കമ്പനി കാര്യത്തിനായി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി പുറത്തേക്ക് വന്ന ശന്തനും മുറ്റത്ത് നിൽക്കുന്ന ദേവനെയും കൂട്ടുകാരെയും കണ്ട് അവർക്കരികിലേക്ക് ഓടിയെത്തി. വാട്ട് എ സർപ്രൈസ്! പ്രതീക്ഷിച്ചില്ല, വരുമെന്ന് ഒട്ടും പ്രതീക്ഷയുമുണ്ടായില്ല. വാ, വന്ന കാലെ പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വാ. ദേവൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ശന്തനു അവരെ മൂവരെയും അകത്തേക്ക് ക്ഷണിച്ചു. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ശന്തനു ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് തന്നെ തിരിഞ്ഞുകൊണ്ട്, ഗായത്രി കുട്ടി വന്നിട്ടുണ്ട്, ദാ അവിടെ നിൽക്കുന്നുണ്ട്. വലിയ മാവിനപ്പുറം പടിപ്പുരയുടെ അരികിലായി നിൽക്കുന്നവരുടെ നേരെ കണ്ണുകൾ കാണിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ആമി, പൂമംഗലത്തെ കാര്യസ്ഥൻ്റെ മോൾ. ഗായുവിനരികിൽ നിൽക്കുന്ന ആമിയെ കണ്ട് ശന്തനുവിൽ സംശയം നീലിച്ചത് മനസ്സിലാക്കിയെന്നോണം ദേവൻ അവനോടായി പറഞ്ഞു. ഗായു തനിക്കു മുന്നേ ഗായുവിനെ വിളിക്കാൻ മുന്നോട്ട് ആഞ്ഞ ശന്തനുവിനെ മറികടന്നു ദേവൻ്റെ ശബ്ദം പടിപ്പുരവാതിൽ കാഴ്ച കണ്ടു നിൽക്കുന്നവരുടെ കാതിൽ പതിച്ചു. ഗായത്രി! അത്രമേൽ ദേവന് പ്രിയപ്പെട്ടവൾ ആണെന്ന് ഗായു എന്ന് ആ വിളിയിൽ നിന്നും ശന്തനുവിന് മനസ്സിലായി. അത്രയും പ്രിയപ്പെട്ടവനിൽ നിന്നും ഗായത്രിയെ അടർത്തി മാറ്റുകയെന്നത് അസാധ്യമാണെന്നുള്ള തിരിച്ചറിവും ആ വിളിയിൽ നിന്നും അവന് മനസ്സിലാക്കി. ധൃതിയിൽ അവരെ മറികടന്നു തറവാടിനകത്തേക്ക് പോയ ശന്തനു ഉടനെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് പൂമുഖത്തേക്ക് വന്നു. മുറ്റത്ത് നിൽക്കുന്ന ഗായുവിനെ കണ്ടതും ലക്ഷ്മിയും സൂര്യനാരായണനും അവൾക്കരികിലേക്ക് ഓടിയെത്തി. ഒടുവിൽ മോള് വന്നല്ലോ, ഇത്ര പെട്ടെന്ന് മോള് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഗായുവിനരികിലേക്ക് വന്ന് അവളുടെ തലയിലൂടെ തഴുകിക്കൊണ്ട് സൂര്യനാരായണൻ പറഞ്ഞു. ലക്ഷ്മി അകത്തുപോയി പൂജാമുറിയിൽ നിന്നും ആരതി എടുത്തുകൊണ്ടുവാ. മോള് ആദ്യമായിട്ട് ആ തറവാട്ടിൽ ഗായത്രിയെ കണ്ടു മതിമറന്നു കൺനിറയെ നോക്കിക്കാണുകയായിരുന്നു ലക്ഷ്മിയോടായി നാരായണൻ പറഞ്ഞു. ഭർത്താവിൽ നിന്നുള്ള വാക്കുകൾ കേട്ടതും ഉടനെ അവർ അകത്തേക്ക് പോയി പൂജാമുറിയിൽ നിന്നും കർപ്പൂരം കത്തിച്ച ആരതിയുമായി പൂമുഖത്തേക്ക് വന്നു. അപ്പോഴേക്കും ഗായത്രിയെയും ദേവനെയും അടക്കം മറ്റുള്ളവരെയും കൂട്ടി ശന്തനുവും അമ്മാവനും ഉമ്മറത്തേക്ക് എത്തിക്കഴിഞ്ഞു. പൂമുഖത്ത് കയറിയ ഗായത്രിയുടെ നേരെ ആരതി ഒഴിഞ്ഞു ലക്ഷ്മിയമ്മ അവളെ അകത്തളത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. അവൾക്ക് പുറകെ ദേവനെയും നന്ദനെയും ആമിയെയും അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ ജോ മാത്രം ഉമ്മറത്തെ നീളൻ വരാന്തയിൽ തന്നെ നിൽക്കുന്നത് കണ്ട് അവനരികിലേക്ക് ശന്തനു വന്നു. അത് എനിക്ക് അകത്തേക്ക് കയറാമോ? അല്ല, അവിടെ എന്തോ പ്രതിഷ്ഠയോ അമ്പലമോ ഒക്കെ കണ്ടു. അതാ മുഖവര ഒന്നും കൂടാതെ ജോ ചോദിച്ചു. അതൊക്കെ പണ്ട് അച്ഛനുള്ള കാലത്തായിരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ധൈര്യമായിട്ട് പോന്നുള്ളൂ കേട്ടോ, ജോക്കരികിലേക്ക് ചെന്ന് അമ്മാവൻ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. ഉടനെ അവൻ അങ്ങനെ വേണം, അല്ലാതെ ലെവൻ്റെ അച്ഛനെ പോലെയല്ല എന്ന് പറഞ്ഞ് നോക്കിയത് ദേവൻ്റെ മുഖത്തേക്ക്. പിന്നെ പറയാൻ വന്നത് മുഴുമിപ്പിക്കാതെ ജോ അകത്തേക്ക് കടന്നു. അവിടെ കണ്ട സോഫയിലേക്കിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറി ഇരുന്നതും ഗായത്രി കുട്ടി ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അമ്മാവൻ തനിക്കരികിലേക്ക് ഗായുവിനെ വിളിച്ചു. ലക്ഷ്മി, മോളെ അമ്മയുടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലൂ, അമ്മ കാണട്ടെ. സാവിക്കുത്രിയുടെ മോളെ മുത്തശ്ശി ഇന്നലെ കൂടി ചോദിച്ചിരുന്നു മോളെക്കുറിച്ച്. അമ്മാവൻ അത് പറഞ്ഞതും ഗായു തിരിഞ്ഞെന്ന് ദേവനെ നോക്കി. പോയിട്ട് വാ, കണ്ണുകൾ കൊണ്ടവൻ അവൾക്ക് സമ്മതം നൽകി. ലക്ഷ്മിയമ്മയുടെ കൂടെ മംഗലത്തമ്മയുടെ മുറിയിലേക്ക് പോകുന്ന ഗായുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ശന്തനുവിനെ കണ്ട് ദേവൻ്റെ കൈക്ക് പണി ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. തനിക്കരികിലിരുന്ന ആമിയുടെ കാതിൽ രഹസ്യമായി ജോ പറഞ്ഞു. അതുതന്നെയാ ഞാനും ചിന്തിച്ചത്. ശബ്ദം താഴ്ത്തിക്കൊണ്ട് ആമി ജോയ്ക്ക് മറുപടി നൽകി. പിന്നീട് അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് അവിടമാകെ എന്തോ ഒരു നിശബ്ദതയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും അവർക്കിടയിൽ ഫീൽ ചെയ്തപ്പോൾ ദേവൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഗായത്രി കുട്ടിയും സംശയത്തോടെ അമ്മാവൻ ചോദിച്ചു. ഇല്ല, ഗായ് കുറച്ച് ദിവസം ഇവിടെ കാണും. പറഞ്ഞുകൊണ്ട് ദേവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. അവന് പുറകെ നന്ദനും. ദേവൻ്റെ വാക്കുകൾ അച്ഛനും മകനും തെല്ലൊന്ന് സന്തോഷത്തിനിടയാക്കിയത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്നൊരു പ്രതീക്ഷയും അവരിൽ ഉളവായി. ഗായത്രിക്കുട്ടി ഇവിടെ തനിച്ചാകും എന്ന് പേടിയുണ്ടോ ദേവന്? പുറത്തേക്കിറങ്ങിയ ദേവനടുത്തേക്ക് വന്നുകൊണ്ട് ശന്തനു ചോദിച്ചു. വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഗായുവിൻ്റെ അമ്മാവന് 2 മക്കൾ ഉണ്ടെന്നറിഞ്ഞു. ഒരാളെ കണ്ടു, മറ്റേയാൾ ഉണ്ണി.
ശന്തനുവിനേക്കാൾ 4 വയസ്സിന് മൂത്തത്. ദേവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവർക്കിടയിലേക്ക് കടന്നു ചെന്നു. എന്തിയെ ഉണ്ണിനെ ഇങ്ങോട്ടേക്കൊന്നും കണ്ടില്ല? ദേവനരികിൽ നിന്ന നന്ദൻ ചോദിച്ചു. അത് പിന്നെ ചന്തുവിനെ പോലെയല്ല ഉണ്ണി. പെട്ടെന്നങ്ങനെ ആരോടും അടിക്കില്ല. ഈ വീടും ചുറ്റുപാടും അതാണ് അവൻ്റെ ലോകം. ഇവിടെ വിട്ട് ഉണ്ണി എങ്ങും പോകില്ല. ദേവനെയോ നന്ദനെയോ നോക്കാതെയാണ് അമ്മാവൻ മറുപടി പറഞ്ഞത്. ആ മറുപടിയിൽ എന്തോ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദേവന് തോന്നിയെങ്കിലും ചിലപ്പോൾ തൻ്റെ തോന്നലുകൾ ആകാമെന്ന് വിചാരിച്ചു അവൻ സ്വയം ആശ്വസിച്ചു. ദേവനും നന്ദനും അമ്മാവനും ചന്തുവും കൂടി ഉമ്മറത്തു നിന്നും സംസാരിക്കുന്ന സമയം മാണിക്യമംഗലം തറവാട് മുഴുവൻ നോക്കിക്കാണുകയായിരുന്നു ജോയും ആമിയും. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. തുടരും കഥയുടെ അടുത്ത ഭാഗം.